ക്രിസ്തുമസ് വിചാരങ്ങളിലേക്ക് സ്വാഗതം. മാനവരക്ഷയ്ക്കായി ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച അനുഗ്രഹീത ദിവസം. മണ്ണിനെ വിണ്ണിനോട് ചേർക്കാൻ സ്വർഗത്തിൻ്റെ രാജകുമാരൻ നമ്മെ സന്ദർശിച്ച ദിനം. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനത മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ ഒരു പ്രകാശം ഉദയം ചെയ്തു. പ്രതീക്ഷ മങ്ങിയ ജീവിതങ്ങളിൽ പ്രത്യാശയുടെ സന്ദേശവുമായാണ് ഓരോ ക്രിസ്തുമസും കടന്നു വരുന്നത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രകാശം കണ്ടിട്ടില്ലാത്ത രണ്ട് അന്ധന്മാർ വഴിയരികിൽ ഇരുന്നപ്പോൾ ക്രിസ്തു ആ വഴിയിലൂടെ കടന്നു പോകുന്നു എന്ന് കണ്ട് ഇപ്രകാരം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു: ദാവീദിൻ്റെ പുത്രനായ യേശുവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. മിണ്ടാതിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് അവരെ ശാസിച്ച് ജനക്കൂട്ടം നിന്നപ്പോഴും വീണ്ടും വീണ്ടും അവർ ഉച്ചസ്വരത്തിൽ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ടേയിരുന്നു. ഈ സമയം അവരുടെ പ്രാർത്ഥന കേട്ട് കർത്താവ് ഉള്ളലിഞ്ഞ് അവരുടെ അടുത്ത് വന്ന് ഇപ്രകാരം ചോദിച്ചു: ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? കർത്താവെ, ഞങ്ങളുടെ കണ്ണുകൾ തുറന്നു തരണമേ എന്നവർ അപേക്ഷിച്ചു. തൽക്ഷണം കർത്താവ് അവരുടെ കണ്ണുകളിൽ സ്പർശിക്കുകയും സൗഖ്യം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. സൃഷ്ടിയുടെ ആരംഭം മുതൽ നിലവിളിക്കുന്ന മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥയിൽ കരുണയോടെ കടന്നു വന്ന് ജീവനും സൗഖ്യവും പ്രദാനം ചെയ്ത ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ കഥയാണ് ബൈബിളിൽ ഉടനീളം നാം കാണുന്നത്. ആ കർത്താവ് ഈ നാളുകളിൽ നമ്മുടെ അടുത്ത് വന്ന് നമ്മോട് ചോദിക്കുന്നു: ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ അന്ധകാരത്തിൻ്റെ അവസ്ഥ എന്തു തന്നെയായാലും പ്രകാശം തന്നെയായ കർത്താവിൻ്റെ മുൻപിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് തുറന്നു വയ്ക്കാം. മേൽക്കൂരയിലൂടെ അരിച്ചിറങ്ങുന്ന പ്രകാശത്തിൽ അതുവരെ കാണപ്പെടാതിരുന്ന ചെറിയ പൊടിപടലങ്ങൾ പോലും കാണപ്പെടുന്നത് പോലെ കർത്താവാകുന്ന പ്രകാശത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ തുറന്നു വയ്ക്കുമ്പോൾ ആ രക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ തടസ്സമായി നിൽക്കുന്ന പ്രതിബന്ധങ്ങൾ ഓരോന്നും വെളിപ്പെടാൻ തുടങ്ങും. ആ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ്റെ സൗഖ്യവും ജീവനും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ അനുദിനം വിശുദ്ധിയുടെ പാതയിൽ, കൂദാശകളുടെ ജീവിതത്തിൽ, പരസ്നേഹ പ്രവൃത്തിയിലൂടെ നമുക്ക് കർത്താവിനെ സ്വന്തമാക്കാം. ഒരിക്കൽ ഒരു രാജകുമാരൻ വിലയേറിയ അനേകം വസ്തുക്കൾ നിരത്തി വെച്ചുകൊണ്ട് ഇപ്രകാരം തൻ്റെ ജനത്തോട് പറഞ്ഞു: നിങ്ങൾ ഓടിച്ചെന്ന് എന്ത് ആദ്യം തൊടുന്നുവോ അത് നിങ്ങൾക്ക് സ്വന്തമായി തീരും. ചുറ്റുമുള്ള വിലയേറിയ വസ്തുക്കൾ സ്വന്തമാക്കുവാൻ അനേകർ ഓടിക്കൂടിയപ്പോൾ ഒരു കുഞ്ഞ് ഓടിച്ചെന്ന് ആ രാജകുമാരനെ കെട്ടിപ്പിടിച്ചു. അവൻ രാജകുമാരനെ സ്വന്തമാക്കിയതോടൊപ്പം തന്നെ അവന് സ്വന്തമായതും സ്വന്തമാക്കി. ഈ ക്രിസ്തുമസ് വേളയിൽ നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിനെ സ്വന്തമാക്കുന്ന വലിയ അനുഭവത്തിലേക്ക് കടന്നു വരാം. എല്ലാവർക്കും അനുഗ്രഹീതമായ കർത്താവിൻ്റെ രക്ഷ സ്വന്തമാക്കുന്ന നല്ല ദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.